കുത്തുവിളക്കിലെ ദീപപ്രഭ പോലുണ്ട് മോളെ. നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന ആ രാജകുമാരൻ പോ ആരായിരിക്കും? മുത്തശ്ശി. ചിന്നുമോളെ, എന്താ മണിക്കുട്ട? തലയിലിരുന്ന പൂ താഴെ വീണു. ഓ, ഇങ്ങ് തന്നേക്ക്. ഞാൻ തന്നെ വെച്ചുതരാം. മണി, ഞാൻ പോയിക്കോട്ടെ? ആ, ആ. കാർത്തികേ, മണിക്കുട്ടൻ തലയിൽ പൂ വെച്ചപ്പോ ബിൽഡപ്സ് വരുന്നില്ലേ? അവിടുന്ന് തുടങ്ങിക്കോ. റെഡി സർ. വിജയ്, ഞാൻ റെഡി സാർ. ആ പെണ്ണ് ഓടി വരുന്നു, മണിക്കുട്ടൻ ഫ്ലൂട്ട്, അവൻ ചിന്നു എന്ന് വിളിക്കുന്നവര്. പിന്നെ ആ പൈസ താഴെ വീഴുന്നില്ലേ, അവിടെ സ്പെഷ്യൽ ട്യൂൺ വെച്ചിട്ടുണ്ട്. കളക്കുന്നു. ഓക്കേ. ഓക്കേ, ടേക്ക്. കുത്തുവിളക്കിലെ ദീപപ്രഭ പോലുണ്ട് മോളെ. നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന ആ രാജകുമാരൻ പോ ആരായിരിക്കും? മുത്തശ്ശി. ചിന്നുമോളെ, എന്താ മണിക്കുട്ട? തലയിലിരുന്ന പൂ താഴെ വീണു. ഓ, ഇങ്ങ് തന്നേക്ക്. ഞാൻ തന്നെ വെച്ചുതരാം. മണി, ഞാൻ പോയിക്കോട്ടെ? ഓക്കേ. എടാ കാർത്തിക, ആ പണക്കാരി പെണ്ണ് നാണിച്ചപ്പോ നീ ആ സിത്താർ വായിച്ചില്ലേ, കളക്കിട. അതെ, നീ ഇതിനു മുമ്പ് ബെൻഹറിനും ബ്രേവ്ഹാർട്ടിനും അല്ലേ വായിച്ചത്? വർഷം കുറെ ആയാലും ഇത് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങേരെ കേക്കോടാ. എടാ കാർത്തിക, ഉം. അവളൊരു പണക്കാരി പെണ്ണ്, ഉം. ഇവൻ ഒന്നുമില്ലാത്തവൻ. ഉം. അവൻ അവളുടെ തലയിൽ പൂ വെച്ച് കൊടുത്ത പ്രേമം. അവൻ ഹീറോ ആടാ, അവൻ വെച്ചാ വരുമല്ലോ. അതുപോലെ നമ്മളൊരു പൂ വെച്ച് കൊടുത്താലോ? പോലീസ് വരും. എന്നാ നമ്മുടെ സിനിമയിലെ പണക്കാരി പെണ്ണ് പാവാടാ. ആ, എന്താ? അവളൊരു പിച്ചക്കാരനെയല്ലേ പ്രേമിക്കുന്നത്. ഓക്കെ, റെഡി സാർ, പ്ലേ. എങ്ങനെയുണ്ടാ? ഉഗ്രനായിട്ടുണ്ട്. എത്ര ശാന്തമായ അന്തരീക്ഷം. Uncle, don't move! Enemies attacking! രക്ഷപ്പെട്ടു. അയ്യോ, എന്താ വിജയ്, ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലോ. കൊച്ചു കുട്ടികൾ അങ്ങനെയാണ്. വീണ്ടും ഇവിടെ ശാന്തമായത് കണ്ടോ? ആ. ഈശ്വര. എക്സ്ക്യൂസ് മീ, യെസ്, ഈ ഫ്ലാറ്റ് നമ്പർ 17D എവിടെയാ? അതിനവിടെ ആരും താമസിക്കുന്നില്ലോ സർ. അതെനിക്കറിയാം, ആ. ഞങ്ങൾ അവിടുത്തെ പുതിയ ഓ, താമസക്കാർ. അങ്ങനെയാണോ? ആ. സാർ, എന്റെ പേര് ഷൺമുഖം എന്നാ. ഓ. ഇവിടെ സെക്യൂരിറ്റി മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത് ഞാനാ. ചുരുക്കത്തിൽ പറഞ്ഞാ ഇതിന്റെ ടോട്ടൽ കൺട്രോൾ എന്റെ കയ്യിലാ. എന്റെ പേര് കാർത്തിക്. ഹലോ സർ. ഇത് വിജയ്. ഹലോ സർ. സാർ, ഇതിലെ നേരെ പോകുമ്പോ അവസാനത്തെ ഫ്ലാറ്റ് ആണ് സർ. ഓ. അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ. ഓക്കെ. ഓക്കെ സർ. ഹലോ, ഹൗ ആർ യു? Fine, uncle. അതെ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. നിങ്ങളുടെ കർച്ചീഫ് താഴെ വീണ് കിടന്നാ. താങ്ക് യു. എന്താ? താങ്ക് യു. ആ, അങ്ങനെ ആയിക്കോട്ടെ. എടാ വിജയ്, കർച്ചീഫ് എടുത്ത് കൊടുത്തതിന് ഇത്ര വികാരം എന്തിനാ?
നീ എന്തിനാ ചിരിക്കുന്നു? അല്ല, ഒരു നിമിഷം നീ ആ പിച്ചക്കാര പയ്യനും അവൾ ആ പണക്കാര പെണ്ണോടെ നോർത്തു പോകും.